പ്രേക്ഷകരെ 10,200 നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ. ഇവിടെ പാലക്കാട് 18,000-നും 20,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ പോകും. അത് നിശ്ചയമായിട്ടും 18,000-നും 20,000 നമ്മുടെ സ്ക്രീനിൽ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ച SDPIയുടെ ആഹ്ലാദ പ്രകടനം വിക്ടോറിയ കോളേജിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കാണൂ സ്മൃതിപാഠം, കാണൂ ഉണ്ണിസാർ. പാലക്കാട് രാഹുലിന്റെ തേരോട്ടമാണ്. 10,000-ന് മേലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. സാറേ, ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നൊരു കാര്യം വെച്ചാൽ പാലക്കാട് വലിയ തോതിൽ പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായില്ല. അതിനകത്ത് ആകപ്പാടെ സംശയം വന്നത് മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ്. ആ മുസ്ലിം വോട്ട് ബാങ്കും അതേപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കും UDF-നൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുലിന് ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്തും ഒരു തർക്കമില്ല. പിന്നെ നമ്മളൊരു ബസ് യാത്ര നടത്തിയിരുന്നല്ലോ. ആ ബസ് യാത്രയിൽ വെച്ച് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നെ വെല്ലുവിളിച്ചിരുന്നു. 23-ാം തീയതി 11 മണിക്ക് അദ്ദേഹത്തെ ഫോണിൽ വിളിക്കണമെന്നും അദ്ദേഹം ഗസ്റ്റായി വരുമെന്നുമാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാൻ നമ്മൾ വൈകിപ്പോയി. അദ്ദേഹത്തെ വേണമെങ്കിൽ ഫോണിൽ വിളിക്കാവുന്നതാണ്. ഈ സമയത്ത് 1 മണിക്കൂർ വൈകിപ്പോയി. എന്നാൽ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ വിളിക്കാൻ. അപ്പോൾ കെ സുരേന്ദ്രന്റെ വെല്ലുവിളി നമ്മൾ അന്ന് തന്നെ ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴും ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന് വരാം, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാം. റിപ്പോർട്ടർ TVയുടെ ക്യാമറമാൻ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, അവിടേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. 11 മണിക്ക് അദ്ദേഹത്തിന് വിളിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം കൃത്യമായ ഒരു റിസൾട്ട് വന്നിട്ട് വേണമല്ലോ വിളിക്കാൻ. അപ്പോൾ കെ സുരേന്ദ്രൻ എവിടെയുണ്ട് എങ്കിലും റിപ്പോർട്ടർ TVയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഓക്കെ, നിലവിൽ 20,000-ലേക്ക് രാഹുലിന് ഭൂരിപക്ഷം പോകാനുള്ള സാധ്യത. അങ്ങനെയാകുമ്പോൾ ഇടതുകോട്ടയായ ചേലക്കരയിലെ LDF ഭൂരിപക്ഷത്തെ മറികടക്കുമോ രാഹുലിന്റെ ഭൂരിപക്ഷം? അതാണ് ഇനി അറിയേണ്ടത്. 11,574-ലേക്ക് ചേലക്കരയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. 11,574-ലേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്.